അന്യേന ബാലേ നിരകം ദദാനം പൂകമൂലാശ്രിതക്ഷപാദാം നമാമി ദേവീ ധവളാംബരഢ്യാം. പള്ളി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പൂരത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോഴും 82 വയസ്സായി, ഞാനൊരു വൃദ്ധയാണ്. അപ്പം ഒരു 7 പതിറ്റാണ്ടിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ഇത്രയും വളരെ കേമമല്ല പൂരം. പക്ഷെ അന്ന് തന്നെയാണ് ചില ആദർശങ്ങളും ചില ഭക്തി വിശ്വാസങ്ങൾ കൂടുതലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കാലത്ത് വളരെ ഭക്തിയോടെയാണ് വരുന്നത്. ഇന്നത്തെ പോലെ ഈ പെൺകുട്ടികൾ ഇവിടെ ഇരുന്ന് ചിറമ്പ് കുത്തുന്നു. അന്ന് പെൺകുട്ടികൾ ചിറമ്പ് കുത്താൻ വരില്ല. കാരണം കൃഷിക്കാരാണ്, കൃഷി കഴിഞ്ഞ് വന്നിരിക്കുന്ന ആണുങ്ങൾ പണിക്ക് പോകും. അപ്പോൾ സ്ത്രീജനങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കും. ആ രീതിയായിരുന്നു. അതുകൊണ്ടാണ് പെൺകുട്ടികൾ വരാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് അയിത്തമായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിപ്പോൾ എല്ലാവരും തുല്യമായിട്ട്, സ്ത്രീയും പുരുഷനും തുല്യമായിട്ട് എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ചിറമ്പ് കുത്തുന്നതുകൊണ്ട് അത് അന്ന് ചെയ്യാതിരുന്നത് അന്നത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷേ അയിത്തമായിരുന്നില്ല എന്ന് പറയാം. പിന്നെ പൂരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അന്ന് ഒരുപാട് രീതിയിലുള്ള, ഇന്നിപ്പം പുതിയ പിന്നെ കോലങ്ങൾ വരുന്നുണ്ട്. അന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഗീതോപദേശം ഉണ്ടായിരുന്നു, കാട്ടാളനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഓർമ്മ ഹനുമാനും ഒക്കെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അങ്ങനെ ചില വേഷങ്ങൾ അന്നത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗണപതി ഉണ്ടായിരുന്നു. അതാ ഗണപതി വളരെ ഭംഗിയായിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിനനുസരണമായിട്ട് പാട്ട് എഴുതി അവരവതരിപ്പിച്ചു. അതിനവരെ ഞാൻ അന്നേ അഭിനന്ദിച്ചു, ഇന്നും അത് അഭിനന്ദിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ മോടിയായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. കാരണം വന്നെത്താൻ സൗകര്യമുണ്ട്. ഇത് തന്നെയാണെന്ന് ഒരു ചുറ്റിനും വെള്ളമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇന്ന് അതെല്ലാം കരപ്രദേശമായി. വന്നെത്താനായിട്ട് സൗകര്യമുണ്ട്. ഇന്ന് എല്ലാവർക്കും വണ്ടിയുണ്ട്. സ്വന്തം വണ്ടിയെ വന്ന് അമ്മയെ ദർശിച്ച് പൂരം ദർശിച്ചു പോകാം. വളരെ കേമമായിട്ട്, വളരെ സന്തോഷമായിട്ട്, വളരെ ഘോഷത്തോടെ, വളരെ ആർഭാടമായിട്ട്, അന്നത്തേക്കാൾ ആർഭാടമായിട്ട് ഇന്ന് പൂരം നടക്കുന്നുണ്ട്. അന്ന് തൊട്ടുള്ള കരകളിൽ പോയി ആദ്യം ചെയ്യുന്നത് പിന്നെ ഇതിന് വേണ്ട പൂവാണിക്ക് വേണ്ട ഓലവടൽ കൊണ്ടുവരും. ഈ ഓലവടൽ കൊണ്ടുവന്നിരുന്നു ഗോപാലല്ലേ ആശാനും ഒക്കെ ആണ് ഇതിലെ പ്രധാനികൾ. വള്ളത്തെ കൊണ്ടുവന്ന് ഇവിടെ അടുത്തൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ അടുപ്പിക്കും ഞങ്ങൾ പിള്ളേരൊക്കെ അത് വലിച്ചിടാനായിട്ട് ചെല്ലും. എന്തിനാണെന്നറിയാമോ? പൂരം പടയണിക്ക് ആണിക്കാണെന്ന് വെച്ചല്ല, ഇത് വലിച്ചിട്ട് കഴിയുമ്പോൾ ഒരു ചക്രം തരും. മൊത്തം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു ചക്രം തരും. പിന്നെ മേടമാസത്തിൽ വിഷുവിന് ഒരു പണം തരും. ഒരു പണം എന്ന് പറഞ്ഞാൽ 4 ചക്രമാണ്. ഇതിനെ ഉദ്ദേശിച്ച് ഞങ്ങൾ പിള്ളേർ അന്നേരം വല്ല മുട്ടായോ വല്ലതും മേടിക്കല്ലേ, ശർക്കര. പണ്ടൊക്കെ ശർക്കര മേടിക്കുക ഇലയിലാണ് മേടിക്കുന്നത്. ശർക്കരയുണ്ട് അന്ന് പ്രധാനം. ഇന്നത്തെ അത്ര മുട്ടായൊന്നും കിട്ടാനില്ല. ആ ആഗ്രഹത്തിൽ ഇതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പ്രതിഫലേച്ഛ ഇല്ലാതെ ഇന്നും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറയുകയാണ്. അങ്ങനെ ചെയ്ത് അമ്മയെ 10